നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ട് രാഷ്ട്രീയ ധാരകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തി എന്ന അവകാശവാദത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഒറ്റ നോട്ടത്തിൽ. അതുപോലെ 8-9 ഇടങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തിനോട് തൊട്ടടുത്ത അവസ്ഥയിലും അവരെത്തിയിട്ടുണ്ട്. ഇത് നിയമസഭയിൽ ഇതുപോലെ പ്രതിഫലിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇത് നൽകുന്ന ചില സൂചനകൾ അവഗണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2019 വലിയ തോതിൽ ഇടതുപക്ഷ വോട്ടുകൾ UDF-ലേക്ക് പോയി. അത്ര വലിയ വിജയം BJP-ക്കും NDA-ക്കും ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആറ്റിങ്ങലിലോ ഒക്കെ കുറച്ച് വോട്ടുകൾ കൂടി മറ്റു പലയിടങ്ങളിലും അത്ര വലിയ ഒരു വളർച്ച അവർക്ക് ഉണ്ടായില്ല. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ UDF-ലേക്ക് പോയ വോട്ടുകൾ ഒരു പരിധി വരെ നമ്മുടെ സാധാരണ രീതിയിൽ പോലെ 2021 നിയമസഭാ കാലത്ത് തിരിച്ചു വന്നു. അത് സ്വാഭാവികമാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസിന് മുൻകൈ കൊടുക്കുകയും കേരളത്തിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട് എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകൾ ഭരണത്തിന്റെ രീതിയിലൊക്കെ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ പതിവായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ BJP-ക്ക് 4% വോട്ട് മാറിയിട്ടുണ്ട്. ആ മാറ്റം അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. UDF-ൽ നിന്നും LDF-ൽ നിന്നും BJP-ലേക്ക് വോട്ട് പോയി എന്ന് നമുക്ക് കരുതാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ UDF-ൽ നിന്ന് വോട്ട് പോകുന്നത് പോലെയല്ല LDF-ൽ നിന്ന് BJP-യിലേക്ക് വോട്ട് പോകുന്നത് എന്ന സത്യം നമ്മൾ അറിയേണ്ടതുണ്ട്. UDF ഓൾറെഡി മുസ്ലിം ലീഗൊക്കെ ഉള്ള ഒരു മുന്നണിയാണ്. UDF-ൽ നിന്ന് പോകാൻ കഴിയുന്ന വലിയ തോതിലുള്ള സവർണ വോട്ടുകൾ ഇപ്പോൾ തന്നെ BJP-യിലേക്ക് പോയിട്ടുണ്ട്. അത് 2016 മുമ്പ് തന്നെ പോയിട്ടുണ്ട്, 2021 പോയിട്ടുണ്ട്. എന്നാൽ ഇതേ വോട്ടുകൾ LDF-ൽ നിന്ന് പോകുന്നുവെങ്കിൽ അത് മിക്കതും പിന്നോക്ക ഹിന്ദുക്കളുടെ, ദളിതരുടെ, ഈഴവരുടെ ഒക്കെ വോട്ടുകളാണ് എന്ന് നാം തിരിച്ചറിയണം. കാരണം കേരളത്തിൽ CPM-ന്റെ അടിസ്ഥാനം ബേസ് എന്ന് പറയുന്നത് പിന്നോക്ക ഹിന്ദുക്കളാണ്. അടിസ്ഥാനപരമായി ഈഴവരും ദളിത് വിഭാഗക്കാരുമാണ്. പരമ്പരാഗതമായി അവർ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ്. അവരിൽ ഒരു മാറ്റം ഉണ്ടാവുക, അവർ BJP-യിലേക്ക് പോവുക എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി വേണോ പിണറായി വിജയൻ വേണോ എന്ന ചോദ്യത്തിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയിലേക്കും നിയമസഭയിൽ പിണറായി വിജയനിലേക്കും വോട്ട് ചെയ്യുന്ന പോലെയല്ല. പല കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇത്തവണ പോയിട്ടുള്ളത്. എന്നെ അതിൽ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് BDJS എന്ന് പറയുന്ന സംഘടനയ്ക്ക് കിട്ടിയ വോട്ടാണ്. ഇതിനു മുമ്പ് ഒരിക്കലും BDJS-ന് അങ്ങനെ വോട്ട് പോകാറില്ല. BJP-ക്ക് കുറെ വോട്ട് പോകാറുണ്ട്. BDJS ശക്തമായി നിലപാടെടുത്ത പല സ്ഥലങ്ങളിലും അവരുടെ വോട്ടിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച കോട്ടയത്ത് പരമ്പരാഗത മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ പിന്നോക്ക ഹിന്ദു വോട്ട് സമാഹരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്നു പറഞ്ഞാൽ അത് കേവലം രാഷ്ട്രീയ വോട്ടല്ല, അത് വർഗീയ വോട്ടായി മാറിയിരിക്കുന്നു എന്നാണ്. രാഷ്ട്രീയ വോട്ടാണെങ്കിൽ രാഷ്ട്രീയം മാറും, പക്ഷെ വർഗീയ വോട്ട് മാറുക എന്നത് അത്ര എളുപ്പമല്ല. അത് എളുപ്പമല്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? ശബരിമല വിഷയത്തിൽ പോയ വോട്ട് കുറെ മാപ്പും അവധിയൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. പക്ഷേ ഇങ്ങനെ പോകുന്ന വോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നത് ആർക്കും അത്ര എളുപ്പമാവില്ല. ഇനിമേൽ അധികം BJP-യിലേക്ക് പോകാൻ വോട്ടുള്ളത് ഇടതുപക്ഷത്തിനാണ് എന്നും നാം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ UDF-ൽ നിന്ന് സവർണ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം കേന്ദ്ര സർക്കാരിനെ ഭയന്നും മറ്റു രീതിയിലുമൊക്കെ പോയിട്ടുണ്ടാവാം UDF-ൽ നിന്നുള്ള വോട്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ അടിത്തറയായ വോട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ വീഴ്ത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഏറ്റവും പ്രധാനമായി ആലപ്പുഴയിലും ആറ്റിങ്ങലിലും കോട്ടയത്തുമൊക്കെ BJP-യും NDA-യും തെളിയിച്ചിരിക്കുന്നു. ഇത് ഇടതുപക്ഷത്തിനുള്ള അപായ സൂചനയാണ്. ഇതെങ്ങനെ തിരുത്താമെന്നത് അവർ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. അത് വലിയ തോതിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് തിരുത്തപ്പെട്ടില്ലെങ്കിൽ. അതുകൊണ്ട് അത് മാറ്റണം. അത് മാറ്റാൻ CPM തന്നെ നേരിട്ട് രംഗത്തിറങ്ങണം. CPI പോലെയുള്ള കക്ഷികൾക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട്.
തൃശ്ശൂരിൽ കണ്ട ഒരു കാര്യം, പിന്നോക്ക ഹിന്ദുക്കളുടെ മേഖലകളിൽ, ഇടതുപക്ഷ മേഖലകളിൽ വലിയ തോതിൽ തന്റെ വോട്ട് കുറഞ്ഞുവെന്ന് സുനിൽ കുമാർ തന്നെ പറയുന്നു. ആ വോട്ട് ബി ജെ പിക്ക് പോയി എന്ന് തന്നെയാണ് അതിനർത്ഥം. യു ഡി എഫിന്റെ വോട്ട് മുമ്പ് കിട്ടിയ വോട്ട് കിട്ടിയില്ല എന്ന വാദം കൊണ്ടൊന്നും അടയ്ക്കാവുന്ന കാര്യമല്ലാതെ. കാരണം യു ഡി എഫിന്റെ വോട്ട് ഫ്ലോട്ടിംഗ് വോട്ടാണ് എല്ലാ കാലത്തും. യു ഡി എഫിന് ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കാണ് യു ഡി എഫിന്റെ അത്ര വലിയ വോട്ട് ബാങ്ക്. പക്ഷെ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് അതല്ല. അവിടെ വിള്ളലുണ്ടായാൽ അതാണ് തൃശ്ശൂരിൽ കണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ഇത് വോട്ട് കച്ചവടമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കുകളിലെ കളി കൊണ്ട് തിരുത്താവുന്ന കാര്യമല്ല. നോക്കൂ, കായംകുളം പോലെ, ചേർത്തല പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് വലിയ വിജയം നൽകിയ ഇടങ്ങളിലാണ് അവർ 3ാം സ്ഥാനത്തേക്ക് പോയത് എന്നുകൂടി നോക്കുക. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മൾ അത് കണ്ടു, ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ അത് കണ്ടു. അവിടെയൊക്കെ ഈ പിന്നോക്ക വോട്ടിൽ തന്നെയാണ് വലിയ തോതിലുള്ള മാറ്റമുണ്ടായത്. അത് തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് 20% വോട്ട് ഒരു 5% കൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർ നിർണായക ശക്തിയാവും. ഇന്ന് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന പല കക്ഷികളും അവരുടെ കൂടെ പോകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഒരു 3ാം ശക്തി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഒരു വർഗീയ ധാരയ്ക്ക് പിന്തുണ നൽകുന്ന, കേരളത്തെ വിഭജിക്കുന്ന ഒന്നായി മാറും. അത് തടയപ്പെടേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു.